ഗൈസ് കണ്ടാൽ ഇത് കര പോലെ തോന്നിക്കുമെങ്കിലും ഇവിടെ ചവിട്ടിയ 8ന്റെ പണിയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ബ്രോസ് ഇവിടെ അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുവാണ്. സംഭവം ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള വെള്ളായണി കായലിൽ ഒരു വെറൈറ്റി ഫിഷിംഗിനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. നമ്മുടെ ചങ്സ് ആയ ട്രിവാൻഡ്രം ഫിഷ് ഹണ്ടേഴ്സിന് കീഴിലുള്ള ജാനകി ബോട്ടിംഗ് ആണ് നമുക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് ഇവിടെ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സ്നേക്കഡ് ഫിഷിംഗ് ആണ്. മെയിൻ ആയിട്ട് 2 ഘട്ടമായിട്ടായിരിക്കും സ്നേക്കഡിന് വേണ്ടി ഇവിടെ ഫിഷ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പകുതിയിൽ നമ്മൾ വള്ളത്തിൽ തന്നെ നിന്നുള്ള കാസ്റ്റിംഗ് ആയിരിക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ കായലിന്റെ മറുകരയിലേക്ക് വള്ളത്തിൽ ചെന്നിറങ്ങി അവിടെ നിന്നുള്ള കാസ്റ്റിംഗ് ആയിരിക്കും. എന്തായാലും അതിരാവിലെയുള്ള ഈ ഒരു സ്പോട്ടിലെ വള്ളത്തിലെ യാത്ര അത് വേറെ വൈബാണ് കേട്ടോ. വള്ളത്തിൽ നിന്ന് കാസ്റ്റ് ചെയ്തപ്പോ 2 സ്ട്രൈക്ക് കിട്ടിയത് മിസ്സായെങ്കിലും കളി മാറാൻ തുടങ്ങിയത് നമ്മൾ കരയിൽ ഇറങ്ങി കാസ്റ്റിംഗ് തുടങ്ങിയപ്പോഴാണ്. ആദ്യമായി തന്നെ നമ്മുടെ വിജേഷ് ബ്രോ നല്ല സൈസ് ഒരു വിയറ്റ്നാമീസ് വരാലിനെ അടിച്ച് കയറ്റിയിരിക്കുകയാണ്. ഇതിന്റെ ഫിൻസിന്റെ ഭംഗിയും കാര്യങ്ങളും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ടീമിന് അടുത്ത മീനും അടിച്ചു കയറിയിട്ടുണ്ട്. കൂടുതലായും ഇവിടെ തീരത്ത് കിടക്കുന്ന കുളവാഴകളുടെ തൊട്ടരികിൽ നിന്നാണ് സ്ട്രൈക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഇരുന്നിരുന്ന് നമുക്കൊരു സ്ട്രൈക്ക് കിട്ടി. ഹുക്കപ്പ് കൊടുത്തപ്പോ മീനോടി പായലിന്റെ ഇടയിലേക്ക് ഒരു ഒറ്റ കയറൽ. ഇത് കണ്ടിട്ടാണ് നമ്മുടെ 2 ബ്രോസും കൂടി ചേർന്ന് പായലിന്റെ ഉള്ളിലേക്ക് ചാടി ഇറങ്ങിയത്. നല്ല പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ പായൽ മൂടി കര പോലെ കിടക്കുന്ന ഇങ്ങനൊരു സ്ഥലത്ത് അറിയാത്ത ഒരാൾ വന്ന് ഇറങ്ങുവാണെങ്കിൽ സ്വല്പം കാര്യം പിടികിട്ടും കേട്ടോ. എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ആ ഒരു മീൻ നമുക്ക് മിസ്സായെങ്കിലും സമയം കഴിയും തോറും പിന്നെ നമുക്ക് മീനുകൾ അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടുത്തെ കുളവാഴകളുടെ ഇടയിലെ ചെറിയ ഗ്യാപ്പിലെ വെള്ളത്തിൽ ഫ്രോഗ് ഇട്ട് വെടിച്ചിട്ടുള്ള മീൻപിടുത്തം അത് ഇവിടുത്തെ ഒരു മെയിൻ ടെക്നിക്കാണ്. ഇനി ഇന്ന് പിടിച്ച മീനുകളെല്ലാം നിരത്തി വെച്ചിട്ടുള്ള ഒരു വീഡിയോ കാണുന്നത് കേട്ടോ. ഇതിലെ തിലോപ്പിയുടെ വലിപ്പം കണ്ട് മിക്ക ആൾക്കാർക്കും ഇതിനെ എങ്ങനെ കിട്ടിയെന്ന് ഡൗട്ട് തോന്നിയേക്കാം. ഇതിനെ പിടിച്ച് പാചകം ചെയ്യുന്നതിന്റെ ഒരു തകർപ്പൻ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ.